റഹ്മാൻ എന്ന പ്രശസ്ത സംഗീത സംവിധായകനും ഓസ്കാർ അവാർഡ് ജേതാവുമായ വ്യക്തിയുടെ ഒരു പ്രതികരണം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതേ നോക്കി, കഴിഞ്ഞ 8 വർഷമായി ബോളിവുഡിൽ തനിക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. അധികാരമാറ്റമോ വർഗീയതയോ ആകാമെന്ന് അദ്ദേഹം BBC-ക്ക് അനുവദിച്ച ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ മതവർഗീയ രാഷ്ട്രീയക്കാർക്ക് ഇതങ്ങ് സമർപ്പിക്കുകയാണ്. കാര്യം, മന്ത്രി സജി ചെറിയാൻ കാസർഗോഡ് തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് അവിടെ ലീഗും സംഘപരിവാറിന്റെയും വിജയത്തെ വിമർശിച്ചുകൊണ്ടൊരു സ്റ്റേറ്റ്മെന്റ് വന്ന സന്ദർഭത്തിൽ അതിനെ വലിയ വിവാദമാക്കി കേരളത്തിൽ വാർത്താ കച്ചവടം ആഘോഷിക്കപ്പെടുന്ന സന്ദർഭത്തിലാണ് എന്താണ് പുരോഗമന പ്രസ്ഥാനങ്ങൾ അധികാരത്തിൽ നിന്ന് പോയതിനു ശേഷം അവിടെ മതവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അധികാരത്തിൽ വന്നാൽ സംഭവിക്കാൻ പോകുന്നതിന്റെ അപകടം എന്താണെന്ന് റഹ്മാന്റെ ഈ അവസ്ഥ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. രാജ്യത്ത് സംഘപരിവാർ സർക്കാർ ഭരിച്ചു തുടങ്ങിയതിനു ശേഷം ബോളിവുഡിൽ ഉൾപ്പെടെ അവർ അധികാരം ഉപയോഗിച്ച് കൈകടത്തിയ ശേഷം ഇന്ത്യൻ സിനിമയുടെ തന്നെ അനുഗ്രഹീതനായ ഒരു വ്യക്തിക്ക് മതത്തിന്റെ അടിസ്ഥാനത്തിൽ അവസരങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യം. എന്താണ് അത് തരുന്ന സന്ദേശം? കേരളത്തിനകത്ത് ചിന്തിക്കുന്ന മനുഷ്യരോടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ മതം തലയ്ക്ക് പിടിച്ച് മതം പറയുന്നതും മതവർഗീയവാദം കൊണ്ട് രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ അധികാര കേന്ദ്രങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നടക്കുന്നവരോടല്ല ഈ കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. വരും കാലങ്ങളിൽ കേരളത്തെയും കാത്തിരിക്കുന്ന അപകടം എന്താണ് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചന. ഇങ്ങനെയാണല്ലോ നമ്മൾ പലതും ആൾക്കാരെ മനസ്സിലാക്കി കൊടുക്കേണ്ടതും. സംഘപരിവാറുകാർ അധികാരത്തിലെത്തിയതിനു ശേഷം മറ്റ് മതസ്ഥർക്കുണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് കാണുന്നില്ലേ? ഇത് തന്നെയായിരിക്കും മൗദൂദി സുഡാപ്പികൾക്ക് സ്വാധീനമുള്ള സർക്കാർ അധികാരത്തിൽ വന്നാൽ ബാക്കിയുള്ള വിഭാഗങ്ങൾക്കുണ്ടാകാൻ പോകുന്ന അവസരമില്ലായ്മ. അതിനെക്കുറിച്ച് ഈ നാട്ടിൽ പറയണ്ടേ? അത് പറയുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ റഹ്മാനെ പോലുള്ളവർക്കുണ്ടായ അവസ്ഥ ഈ നാട്ടിൽ ഉണ്ടാകാതിരിക്കാനാണ്. മതരാഷ്ട്രീയം ഒളിച്ചു കടത്തി അധികാര സ്ഥാനമാനങ്ങൾ പിടിച്ചെടുത്ത് മതത്തെ സേഫാക്കുന്ന പരിപാടി തുടരുമ്പോൾ അത് രാജ്യത്തിന് അപകടമാണ്, നാടിന് അപകടമാണെന്ന് ഇടതുപക്ഷത്തുള്ളവർ ആവർത്തിച്ചു പറയുമ്പോൾ അവരെ സംഘിച്ചാപ്പ കുത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന കേരളത്തിലെ മൗദൂദികളായിക്കോട്ടെ, അവർക്ക് കുടപിടിക്കുന്ന കോൺഗ്രസ്സുകാരായിക്കോട്ടെ, അല്ലെങ്കിൽ സുഡാപ്പി ചാപ്പ കുത്തുന്ന സംഘപരിവാറുകാർ, ഇവർ അധികാരത്തിൽ വന്നാൽ എന്താണ് ഈ നാട്ടിൽ സംഭവിക്കാൻ സാധ്യത എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അതിനെ ഇപ്പോൾ ചെറുക്കുന്നത്. അതിന് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ഒരു മതത്തിന് എതിരാക്കി ആ പരാമർശം നടത്തിയ വ്യക്തിയെ ചാപ്പ കുത്തി നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നത് ഈ നാട്ടിലെ മതവർഗീയവാദികളുടെ മറ്റൊരു ഫാസിസ്റ്റ് ശൈലിയാണ്. ആ ഫാസിസ്റ്റ് ശൈലിക്കെതിരെ നിശബ്ദമാകേണ്ട സന്ദർഭമല്ല. റഹ്മാനെ പോലെ ലോകം ആദരിക്കുന്ന ഓസ്കാർ അവാർഡ് ജേതാവ് കൂടിയായ വ്യക്തി, അല്ലെങ്കിൽ ഇന്ത്യൻ സംഗീതത്തിന്റെ തന്നെ അനുഗ്രഹീനായ ഒരു വ്യക്തിക്ക് ഈ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്?